എല്ലാ മതവിഭാഗക്കാർക്കും പ്രവേശനം അനുവദിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. എന്നാൽ ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനങ്ങൾക്ക് മലയാള ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്നാണ് ദേവസ്വം ബോർഡിന്റെയും ഒടുവിൽ ഹൈക്കോടതിയുടെയും ഉത്തരവ്. വിജ്ഞാപനത്തിലെ ഈ വ്യവസ്ഥ ചോദ്യം ചെയ്യുന്ന ഹർജികൾ ഹൈക്കോടതി തള്ളിയത് ചില കാരണങ്ങൾ നിരത്തിയാണ്. ആരാധനയ്ക്കായി ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശമുണ്ടെന്നിരിക്കെ ക്ഷേത്രം എപ്പോഴും തുറന്നിടണമെന്നോ സ്വയം പൂജകൾ നടത്തണമെന്നോ അവകാശപ്പെടാനാവില്ലെന്ന ശ്രീ വെങ്കിട്ടരമണ കേസിലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് ഹൈക്കോടതി ഇതിന് കാരണമായി പറയുന്നത്. അതിനാൽ മലയാള ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്ന വ്യവസ്ഥ തൊട്ടുകൂടായ്മയാണെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ലെന്നുമാണ് ദേവസ്വം ബെഞ്ചിന്റെ കണ്ടെത്തൽ. ആരാധന എല്ലാ ഹിന്ദു വിഭാഗക്കാർക്കും അനുവദനീയമായ കാര്യമാണ്. ആ നിലയ്ക്ക് പൂജാരിമാരായി ഒരു വിഭാഗത്തെ മാത്രം അനുവദിക്കുന്നതിൽ പരാതി ഉന്നയിക്കുന്നതിൽ അടിസ്ഥാനമില്ലെന്ന് ആദിത്യൻ കേസിൽ സുപ്രീം കോടതി വിധി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. മലയാള ബ്രാഹ്മണർക്ക് മാത്രമേ മേൽശാന്തിമാരായി അപേക്ഷിക്കാനാകൂ എന്ന ദേവസ്വം ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ചതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. ഈ മാർഗനിർദ്ദേശത്തെ ഹർജിക്കാർ ചോദ്യം ചെയ്തിട്ടില്ലെന്നും പകരം ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനത്തിലെ വ്യവസ്ഥയെ മാത്രമാണ് ഹർജിക്കാർ കോടതിയിൽ വിഷയമായി ഉന്നയിച്ചതെന്നും ഹൈക്കോടതി പറയുന്നു. ഓഫീസർമാരുടെയും ജീവനക്കാരുടെയും നിയമന ചട്ടങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2022 രൂപീകരിച്ചിരുന്നു. ഇതിൽ പാർട്ട് ടൈം ശാന്തി നിയമനത്തിന്റെയും ശാന്തിമാരായുള്ള സ്ഥാനക്കയറ്റത്തിന്റെയും കാര്യം പറയുന്നുണ്ടെങ്കിലും ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ പുറപ്പെടാ ശാന്തിമാരുടെ കാര്യം പറയുന്നില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ശബരിമല മേൽശാന്തി എന്നത് പൊതുവായിട്ടുള്ള നിയമനമോ സ്ഥിരം നിയമനമോ അല്ലെന്നും ഒരു സമുദായത്തിൽ നിന്നുള്ള പൂജാരിമാരെ മേൽശാന്തിമാരായി ക്ഷണിക്കുന്നത് കാലങ്ങളായുള്ള കീഴ്വഴക്കമാണെന്നുമായിരുന്നു ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കിയത്.